അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ വീട്ടിലുള്ള ഒരുവിധ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി പുഡിങ്ങാണ്. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ 2 ചെറിയ ക്യാരറ്റാണ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം അതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ക്യാരറ്റ് അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മധുരം വേണം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ക്യാരറ്റിൽ പിടിച്ച് വരണം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് ആ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായി ആ പാലെല്ലാം ഒന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ അതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ബ്രെഡാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബിസ്ക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗുഡ് ഡേയുടെ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ബ്രെഡും ബിസ്ക്കറ്റും അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 കപ്പ് പാല് വരും. ഇതിലോട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ വിപ്ഡ് ക്രീം എടുക്കാം. ഇതിന് പകരം നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് ചേർക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ കോൺഫ്ലോർ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ക്രീം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി. ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കുക്ക് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് കുറുകി വരണം ഇത്. അതാണ് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇതൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതിയാകും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റും ഈ ബ്രെഡും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ കോൺഫ്ലോറിൻ്റെ മിക്സാണ് അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ബ്രെഡിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റി പുഡിംഗ് ആണ്. ഇനി അടുത്ത ലെയറായിട്ട് നമുക്ക് മേളിൽ ഓപ്ഷണലാണ്, ഇതൊന്നും നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതിൻ്റെ ബോർഡറിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് കോക്കനട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് ക്യാരറ്റും കൂടെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് പുറത്തെടുത്ത് കട്ട് ചെയ്ത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്കുകൾ അറിയിക്കുക. ഇത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി പുഡിംഗ് ആണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ് ഇവിടെ. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു പുഡിങ്ങാണ്. ആ ബിസ്ക്കറ്റും ആ ബ്രെഡും ആ ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.